എല്ലാവർക്കും പ്രഭാതവന്ദനം. ഇന്നീ പ്രഭാതത്തിൽ വാടിത്തളർന്നു നിൽക്കുന്ന ഈ ചെടിയെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചോദ്യമുടരുകയാണ്. എന്തേ ഈ ചെടി ഇത്രമാത്രം വാടിത്തളർന്നു പോയത്? എൻ്റെ വീട്ടുമുറ്റത്തിൻ്റെ സൗന്ദര്യത്തെ വർദ്ധമാനമാക്കിയിരുന്ന ഈ ചെടി കരിഞ്ഞു പോകാൻ കാരണമെന്താണ്? എൻ്റെ അമ്മയില്ലാത്തത് കൊണ്ടല്ലേ? എന്നും അതിന് വളവും വെള്ളവുമായ എൻ്റെ അമ്മ ഇകലോഹവാസം വെടിഞ്ഞ നിമിഷത്തിൽ തന്നെ ഈ ചെടിയുടെ ചാരുതയും നഷ്ടപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ വില നമ്മൾ അറിയാതെ പോകും. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വ്യക്തികളായിട്ട് ചിലരെ നമ്മൾ കരുതാറുണ്ട്. അമ്മ അസ്വാതന്ത്ര്യത്തെ വിളമ്പുന്നവളാണെന്ന് ചിലപ്പോഴൊക്കെ മക്കൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിന്റെ ഇടം അമ്മയാണ്. അമ്മയുടെ ഭാവത്തിൽ ഒരു ദൈവികതയുണ്ട്. അതുകൊണ്ടാവാം പ്രവാചകൻ ദൈവിക ചൈതന്യത്തെ പൂർണ്ണമായിട്ട് മനുഷ്യന് മനസ്സിലാക്കത്തക്ക വിധം വിവരിച്ചു തരുന്നത് അമ്മയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. ഈ ലോകത്തിലെ ശാശ്വതമായ നിസ്വാർത്ഥമായ സ്നേഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അമ്മയുടേതാണ്. നിദ്രാവിഹീനമായ രാത്രിയുടെ പിൻബലത്തോടുകൂടെ അമ്മ നിനക്ക് കൂട്ടിരുന്നിട്ടുണ്ട്. മലമൂത്രാദികളാൽ ആവൃതമായി നീ കിടക്കുമ്പോൾ അത് ഗൗനിക്കാതെ നിന്നെ കോരിയെടുത്തിട്ടുണ്ട്. ഇഷ്ടത്തെയും സ്നേഹത്തെയും ഒന്നിച്ചവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിത്വത്തെയാണ് അമ്മ എന്ന് പറയുക. അതാണ് മാതൃസ്നേഹം. ഈ മാതൃസ്നേഹത്തിന്റെ തലങ്ങളെ ധ്യാനിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകന്റെ മൊഴികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. അമ്മയെ ധ്യാനിക്കുക, എന്നിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരിക. 9 മാസവും 9 ദിവസവും ജീവിതത്തിലെ ഏറ്റവും സുരക്ഷ നൽകിയ ഉറവിടത്തിന്റെ ഉടമയാണ് അമ്മ. ശാസ്ത്രം പറയും 28 ദിവസങ്ങൾ കൂടുന്ന 10 മാസം, 40 ആഴ്ചകൾ, അതായത് 280 ദിവസം മനുഷ്യന്റെ ജീവിതം ആരംഭിച്ചപ്പോൾ അനുഭവിച്ച ഏറ്റവും വലിയ സുരക്ഷയുടെ ഇടം, ദ മോസ്റ്റ് സേഫ്റ്റി സ്പേസ് കോൾഡ് മൈ മദേഴ്സ് വൂംബ്. അമ്മയുടെ ഗർഭപാത്രത്തോളം സുരക്ഷയുള്ള ഒരിടം ലോകത്തിൽ എവിടെയുമില്ല. അതുകൊണ്ടാവാം മനഃശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടെ ഈ സുരക്ഷയെ ധ്യാനിച്ചാൽ നമ്മൾ പറയും, ടെമ്പിൾ ഈസ് an extension ഓഫ് യുവർ മദേഴ്സ് വൂംബ്. ദേവാലയം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ വിശാലതയാണെന്ന്. നാം അനുഭവിച്ച സുരക്ഷ തേടിയുള്ള പ്രയാണമാണ് നമ്മളെ ദേവാലയത്തിൽ എത്തിക്കുക. ഗർഭപാത്രത്തിൽ നാം അനുഭവിച്ച അതേ സുരക്ഷ ദൈവത്തിന്റെ സാന്നിധ്യം നൽകുമെന്ന് ഒരു തിരിച്ചറിവുണ്ടാവണം. മോസ്റ്റ് സേഫ്റ്റി സ്പേസ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷമായ ഇടം, സുരക്ഷയുടെ ഇടം, അത് അമ്മയുടെ സാന്നിധ്യമാണ്. അഭയത്തിന്റെ ഇടമാണ് അമ്മ. മനുഷ്യന്റെ സുതാര്യതയുടെ ഇടമേതാണ്
എന്ന് ചോദിച്ചാൽ അമ്മയെന്ന് പറയാൻ പറ്റും. മറകളില്ലാതെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അമ്മയുടെ മുമ്പിലുണ്ടായിരുന്നു. അമ്മയിൽ നിന്നൊന്നും മറയ്ക്കപ്പെട്ടിരുന്നില്ല. ബന്ധങ്ങളെ നൈർമല്യ മനോഭാവത്തോടെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ സാധിക്കൂ. ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ ബന്ധത്തിൽ ആയിരിക്കുന്നവർ അകലങ്ങളിലേക്ക് പോകണം. ഇന്ന് ഈ വീട്ടുമുറ്റത്ത് കരിഞ്ഞു നിൽക്കുന്ന ഈ ചെടി കാണുമ്പോൾ ഞാൻ എന്തേ എൻ്റെ അമ്മയെ ഓർത്തുപോയത്? ഈ ചെടിക്ക് വെള്ളവും വളവുമായി തീർന്ന അമ്മ മരണമെന്ന കവാടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ വ്യത്യസ്തമായ ഒരു പ്രതികരണമായി വാടി നിൽക്കുന്ന ഈ ചെടിയെ ഞാൻ നോക്കുകയാണ്. ഇനി ഈ ചെടി ഉണരുകയില്ല, ഇനി ഈ ചെടി പൂക്കുകയില്ല. കാരണം വളവും വെള്ളവുമായി തീർന്ന സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചെടിയെ നോക്കി നമ്മൾ പഠിക്കണം. നിന്റെ ഉണർവിന് കാരണമായ ആരെയെങ്കിലും അവഗണിച്ചു പോകുന്ന സ്വാർത്ഥതയുണ്ടോ നിനക്ക്? ആരൊക്കെയോ നിനക്ക് വെള്ളവും വളവുമായിട്ടുണ്ട്. ഇന്നലെയുടെ പാതകളിൽ നിനക്ക് വേണ്ടി നിദ്രാവിഹീനമായ രാത്രികൾ സ്വീകരിച്ചവരുണ്ട്. ഇന്നലകളെ മറന്ന് ഇന്നെന്ന ദിവസത്തെ സുന്ദരമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പക്ഷേ ഇന്നലകളിലൂടെ കരുത്താർന്ന യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഇന്നലകളിൽ നമുക്കായി കൂട്ടിരുന്നവരെ മറക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഇന്ന് ബന്ധങ്ങൾ സ്വാർത്ഥലാഭത്തിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ എൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വേണം ആത്മീയതയെ ഞാൻ ക്രമപ്പെടുത്താൻ. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമാണ്. ശാശ്വതമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നൊരു ബന്ധം. അത് നശ്വരമല്ല, ഒരിക്കലും അസ്തമിച്ചു പോകില്ല. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഒന്നുകിൽ പുതുമ തേടിപ്പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് കൊണ്ട്. ബന്ധങ്ങൾ അത്രമാത്രമേ ഉള്ളൂ. എന്നാൽ ശാശ്വതമായ ഒരു ബന്ധത്തിലേക്ക് പോകണമെങ്കിൽ, ശാശ്വതമായ അനന്തമായ ആ സ്നേഹത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ചേർത്ത് വെക്കണം. പ്രവാചകന്റെ മൊഴികളിൽ അമർന്നു ചേർന്ന സത്യം ഇതാണ്: അമ്മയുടെ സ്നേഹം നീ അനുഭവിക്കുന്നു. അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കുകയില്ല എന്ന യാഥാർത്ഥ്യബോധത്തെ ഉള്ളിൽ കുറിച്ചുകൊണ്ടാവണം ദൈവമെന്ന അനന്ത സാധ്യതയിലേക്ക് പ്രവേശിക്കേണ്ടത്. അവൻ അസ്തമിക്കുന്നവനല്ല, ഒരിക്കലും അസ്തമിക്കാത്ത നിസ്വാർത്ഥമായ ആത്മീയതയെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തന്ന ഒരു ഗുരുവുണ്ടെന്നുള്ള തിരിച്ചറിവ്. അവനെ മരണത്തിനു പോലും തോൽപ്പിക്കാൻ കഴിയാതെ മരണം അവന്റെ മുമ്പിൽ തോറ്റുപോയതുകൊണ്ടാണ് ഉത്ഥാനം എന്ന യാഥാർത്ഥ്യം നാം കാണുന്ന ദൈവത്തിൽ ആസ്വദിക്കേണ്ടത്. മരണം പോലും തോറ്റുപോയി. ഈ ലോകത്തിന്റെ അന്ത്യം മരണമാണെന്ന് പറഞ്ഞു നിൽക്കുന്നവർക്ക് ബദലായ ഒരു ഉത്തരം കൊടുക്കുന്നവനാണ് ക്രിസ്തു എന്ന തിരിച്ചറിവുണ്ടാവണം. ബന്ധങ്ങൾ ഈ ലോകവാസത്തോടുകൂടി അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കുകയില്ല. ഭൂമിയിൽ കാണുന്ന ശാശ്വതമായ നിസ്വാർത്ഥമായ സ്നേഹമാണ് അമ്മയുടേതെന്ന് നമ്മൾ ധ്യാനിച്ചെടുത്തു. അമ്മ എന്ന പാതയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ, അതായത് അനന്തമായ സ്നേഹത്തെ, ശാശ്വതമായ സ്നേഹത്തെ അനുഭവിക്കാൻ പ്രവാചമൊഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ദൈവസ്നേഹം പ്രായോഗികമായതാണ്
കർത്താവായ യേശുക്രിസ്തു എന്ന് പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. പ്രായോഗിക തലങ്ങളിൽ ക്രിസ്തുവിനെ ഉണർത്തത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? ആത്മീയ ചേതനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന വഴികളെ തേടാനുള്ള ധ്വരയുണ്ടാകുമ്പോഴും ആ ധ്വരയെ ഞാൻ എൻ്റെ ജീവിത മൂല്യം കൊണ്ട് അടിമപ്പെടുത്താൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ജീവിത മൂല്യങ്ങളാണ് ഈ ലോക സ്വാർത്ഥതയിൽ നിന്ന് എന്നെ വിടുവിപ്പിക്കേണ്ടത്. ജീവിത മൂല്യം മുഴുവനും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആവാഹിച്ചെടുക്കേണ്ടത് ക്രിസ്തു എന്ന ചൈതന്യത്തിൽ നിന്നാണ്. കാരണം ദൈവം എന്ന യാഥാർത്ഥ്യം മനുഷ്യനായി പ്രായോഗികമായി ഈ മണ്ണിലൂടെ നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ ദൈവത്തിന് ഈ മണ്ണിൻ്റെ മണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയേണ്ടത്, ക്രൈസ്തവന്റെ ദൈവം മണ്ണിൻ്റെ മണമുള്ളവനാണ്. അവൻ മാനുഷികമായ തലങ്ങളിൽ മനുഷ്യനെ കണ്ടു, ദൈവികമായ തലങ്ങളിലേക്ക് മനുഷ്യനെ ഉയർത്തി. പച്ച മനുഷ്യന്റെ ജീവിത രീതിയോട് രമ്യതപ്പെട്ട് അവൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവൻ്റെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ കൂട്ടാളിയായി, അവൻ വിശന്നപ്പോൾ അന്നമായി, അവൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ സാന്നിധ്യമായി, അവൻ കരുത്തായി കരുതലായി നടന്നു നീങ്ങി. ദൈവത്തിൻ്റെ മാതൃത്വം പോലും ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തിലൂടെ വെളിപ്പെട്ടു എന്നത് നമ്മൾ മറന്നു പോകരുത്. വാടിക്കരിഞ്ഞു പോകുന്ന എന്തിനേയും നോക്കി പറയണം, സാന്നിധ്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതിത്രമാത്രം വാടിപ്പോയത്. ജീവിതത്തിൽ ആത്മീയതയിൽ നമുക്ക് വാട്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കരിയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു തൻ്റെ ജീവരക്തം കൊണ്ട് നമുക്ക് തന്ന നനവ് നമ്മൾ ആസ്വദിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. തൻ്റെ ജീവരക്തം കൊണ്ട് നമുക്ക് നൽകിയ നനവ് നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അമ്മ ജീവൻ കൊടുത്താണ് മക്കളെ ജീവിപ്പിക്കുന്നത്. അമ്മയിൽ നിറവാർന്ന സത്യം, ആ സത്യം തന്നെയാണ് ഒരു കുഞ്ഞിലുള്ളത്. അമ്മയുടെ രക്തമാണ് ഒരു കുഞ്ഞിൻ്റെ സിരകളിലൂടെ ഓടുന്നത്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹസംഗമത്തിൻ്റെ ഫലമാണ് ഒരു കുഞ്ഞ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ സിരകളിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തവും ആന്തരിക തലങ്ങളിലെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമൊക്കെ അമ്മയുടെ സ്പന്ദനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് ശാരീരിക ശാസ്ത്രപരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാവാം. എന്നാൽ ആത്മീയ തലങ്ങളിലേക്ക് നാം ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ ആത്മീയ തലങ്ങളിൽ രൂപീകൃതമാകുന്ന ഒരു സത്യം, നമ്മുടെ ആത്മീയ സിരകളിൽ ഒഴുകുന്ന രക്തം അത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. അവൻ പിടഞ്ഞു പിടഞ്ഞു മരിച്ചപ്പോൾ, അവൻ്റെ രക്തം ധാരധാരയായി മണ്ണിലേക്ക് ഒഴുകിയപ്പോൾ അത് നമ്മുടെ ആത്മീയ ശരീരത്തിൻ്റെ ഉത്തേജനത്തിനുള്ള രക്തമായി മാറി എന്നുള്ളതാണ്. അവൻ മരിച്ചത് എൻ്റെ ആത്മീയ ഉത്ഥാനത്തിനു വേണ്ടിയാണ്. അവൻ ക്രൂശിൽ പിടഞ്ഞത് എൻ്റെ ഇന്നലകളുടെ പിഴവുകളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. ഈ തിരിച്ചറിവോടുകൂടി ആവണം നമ്മൾ ക്രിസ്തുവിനെ സമീപിക്കേണ്ടത്. ആത്മീയ ചൈതന്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങളുടെ വിള്ളലുകൾ നമ്മളിലുണ്ടോ? അവനുമായിട്ടുള്ള ബന്ധത്തെ വിഘാതമായിട്ട് വാദിക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ നമ്മളിലുണ്ടോ? അവൻ്റെ നെഞ്ചോട് അമർന്നു ചേരത്തക്ക വിധം ഞാൻ എത്രമാത്രം അവൻ്റെ സുഹൃതങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും ജീവിത വ്യാപാരങ്ങളും ദൈവിക ചൈതന്യത്തോട് ചേർന്നു പോകുന്നുണ്ടോ എന്നും ധ്യാനിക്കുന്നത് നല്ലതാണ്.
ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം അസ്തമിക്കുമ്പോഴും അസ്തമയമില്ലാതെ തുടരുന്ന ഒരു ബന്ധത്തോട് ഞാൻ രമ്യതപ്പെട്ടു നിൽക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നതും നല്ലതാണ്. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. എന്നാൽ ശാശ്വതമായൊരു ബന്ധമാണ് ദൈവവുമായിട്ട് ഞാൻ സ്ഥാപിക്കേണ്ടതെന്ന ബോധം എത്രമാത്രം എൻ്റെ ധ്യാന ചിന്തകളെ മഥനം ചെയ്യുന്നുണ്ട്. ഈ ധ്യാനം ഇപ്രകാരമായിരിക്കട്ടെ: ഭൂമിയിൽ നാം കണ്ട ഏറ്റവും മനോഹരമായ ബന്ധം ഒരമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ, കുഞ്ഞിനു വേണ്ടി നിദ്രാവിഹീനമായ രാത്രികൾ സ്വീകരിക്കുന്ന അമ്മയുടെ ആർദ്രമായ സാന്നിധ്യത്തെ അനുഭവിക്കുമ്പോൾ അത് ആത്മീയതയുമായിട്ട് ബന്ധമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മളിൽ നിരൂപണാത്മകമായിട്ടുള്ള ചിന്തകൾ അവരൻ്റെ ബന്ധങ്ങളിലേക്ക് നമ്മൾ പടർത്തിവിടുമ്പോൾ, ശാശ്വതമായിട്ടുള്ള ബന്ധം ദൈവവുമായിട്ട് സ്ഥാപിതമാകണം എന്ന് ജീവിതത്തിലൂടെ, പ്രായോഗിക തലങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ആരംഭിച്ചത് വാടിക്കരിഞ്ഞു നിൽക്കുന്ന ചെടിയെ നോക്കി അമ്മയില്ലാത്തത് കൊണ്ടാണ് അത് വാടിക്കരിഞ്ഞു പോയത് എന്ന് ധ്യാനിച്ചുകൊണ്ടാണ്. അതിന് വളവും വെള്ളവുമാകുന്ന വ്യക്തി മൺമറഞ്ഞു പോയതുകൊണ്ട് ആ മൺമറഞ്ഞു പോയ യാഥാർത്ഥ്യത്തെ സ്വീകരിച്ചുകൊണ്ടാവാം ഈ ചെടി ഇത്രമാത്രം വാടിക്കരിഞ്ഞു പോയത്. ബന്ധങ്ങളെ നമ്മൾ എത്രമാത്രം നന്മയുടെ പാതയിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു തന്ന പാഠങ്ങൾ ജീവിതത്തിലൂടെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴും അമ്മ നമുക്കൊരു പ്രബോധനമായിരുന്നു. കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും വേദനകളുടെയും പട്ടിണികളുടെയും, എന്തിന് കേറിക്കിടക്കാൻ പോലും കൂരയില്ലാതെ മരച്ചുവട്ടിലും ഇങ്ങനെ ഇല്ലിച്ചുവട്ടിലുമൊക്കെ കിടന്നുറങ്ങി മുണ്ട് മുറുകെ ഉടുത്ത് അന്നം വിളമ്പി തന്നവർ അമ്മ. ഇത് നമ്മുടെ മാതൃത്വത്തെ നോക്കി നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഈ മാതൃത്വത്തിൽ നിന്ന് ദൈവികതയിലേക്ക് ഉണരാൻ ഒരു ക്ഷണമുണ്ട്. ഈ ലോകത്തിൽ നാം അനുഭവിച്ച സ്നേഹത്തിൻ്റെ മഹത്വരമായ സാന്നിധ്യമാണ് അമ്മയുടേതെങ്കിൽ, പ്രവാചക മൊഴികളുടെ പിൻബലത്തോടുകൂടെ നാം അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ദൈവിക സ്നേഹത്തിലേക്ക് ഉണരേണ്ടതായിട്ടുണ്ട്. അമ്മ സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, വാത്സല്യത്തിൻ്റെ ഇടമാണെങ്കിൽ, ഒരിക്കലും അസ്തമിച്ചു പോകാത്ത സ്നേഹത്തിൻ്റെ, ഒരിക്കലും അസ്തമിച്ചു പോകാത്ത വാത്സല്യത്തിൻ്റെ, ഒരിക്കലും അസ്തമിച്ചു പോകാത്ത കാത്തിരിപ്പിൻ്റെ ഇടമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് നാം തിരിച്ചറിയണം. അവനുണ്ടെങ്കിൽ നമ്മൾ വാടുകയില്ല. അവനുണ്ടെങ്കിൽ നമ്മൾ തളരുകയില്ല. എവിടെയൊക്കെയോ തളർന്നു പോയെങ്കിൽ, അമ്മയില്ലാത്തത് കൊണ്ടാണ് ഈ ചെടി കരിഞ്ഞു പോയതെന്ന് പറയുന്നത് പോലെ, എൻ്റെ ജീവിതത്തിലെ ഈ വാട്ടങ്ങൾക്ക് കാരണം എവിടെയൊക്കെയോ ദൈവവുമായിട്ടുള്ള സാന്നിധ്യ അനുഭവം ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. എന്നെ ഉണർത്തുന്ന, എനിക്ക് ഊഷ്മളത നൽകുന്ന, എൻ്റെ ജീവിതത്തിൽ ആർദ്രത നൽകുന്ന ആ സാന്നിധ്യത്തോട് ഞാൻ എത്രമാത്രം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് അനുദിന ധ്യാനത്തിൽ ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. ദൈവമേ, നിന്റെ കരുത്തനുഭവിക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളിൽ നിന്ന് നിന്റെ കരുത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ പ്രാപ്തയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിനെ, ശരീരത്തെ, വിചാരത്തെ, വികാരങ്ങളെ, ജീവിത വ്യാപാരങ്ങളെയൊക്കെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക്, സ്വാർത്ഥതയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സംശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയാകാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ദൃഢതയുള്ളതാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം അവൻ്റെ സാന്നിധ്യം സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. അവൻ്റെ സാന്നിധ്യം ആർദ്രതയുടെ സാന്നിധ്യമാണ്. അവൻ്റെ സാന്നിധ്യം നിത്യമായ ആനന്ദത്തിൻ്റെ സാന്നിധ്യമാണ്. എല്ലാവർക്കും നല്ല ദിവസം. ദൈവം അനുഗ്രഹിക്കട്ടെ.